വെൽക്കം ടു അനദർ വ്ളോഗ്. ആദ്യം ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ബനാന കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി നോക്കാം. ഇതിന് അത്യാവശ്യം വേണ്ടത് നല്ല പഴുത്ത പഴമാണ്. അതായത് ഇനി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ടെക്സ്ചറിൽ നിൽക്കുന്നൊരു പഴം. അപ്പോൾ എൻ്റെ അത് രണ്ടെണ്ണം ഉണ്ട്, പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ റെസിപ്പി ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു വലിയ ബാച്ചാണ്. ഒരു 14-12 ഇഞ്ച് പാനിൽ ഉണ്ടാക്കാൻ പറ്റിയ അത്രയും ഒരു വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഈ പഴം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു പൊട്ടാറ്റോ മാഷറോ ഇട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതിടുക, ഇല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്ത് ഇട്ടാലും മതി. നമുക്കതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്കിന്. 2-3 കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ പഴവും ബ്രൗൺ ഷുഗറും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് പാലിൽ 1-2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് അത് നമുക്കൊരു ബട്ടർ മിൽക്ക് ആക്കി എടുക്കാം. എന്നിട്ട് അതും മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു അരിപ്പയിൽ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സിനമൺ പൗഡർ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. മൈദയുടെയോ ബേക്കിംഗ് പൗഡറിൻ്റെ ബേക്കിംഗ് സോഡയുടെ ഉപ്പിൻ്റെ ഒന്നും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുക്കണം. എന്നിട്ടൊരു സ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ബൗൾ എടുക്കണം. അതിലോട്ട് പഞ്ചസാര, വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ എടുക്കുക. പിന്നെ വാനില എസൻസ്, ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്കിപ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വിസ്കോ ഒരു സ്പാച്ചുലോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കുക. അതിലേക്ക് മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പഴത്തിൻ്റെ മിക്സ്ചറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പഴത്തിന് അവിടെ ഇവിടെ ഇച്ചിരി ചെറിയ കട്ടയുണ്ടല്ലോ, ഒന്നും പ്രശ്നമില്ല. അതിനൊക്കെ നല്ല കടിക്കും, നല്ല ടേസ്റ്റാണ്. ഇനി അത് മിക്സായി കഴിയുമ്പം 3 ബാച്ചായിട്ട് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും ബട്ടർ മിൽക്കും കൂടെ 3 വട്ടമായിട്ട് പയ്യെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്പീഡിൽ മിക്സ് ചെയ്യരുത്. പയ്യെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പാച്ചുല ഇട്ട് യോജിപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ചോക്കോ ചിപ്സ്, വാൾനട്ട്സ് ഇതെല്ലാം ഇടാം. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ചോക്കോ ചിപ്സാണ്. എന്നിട്ട് ടോപ്പിങ്ങിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇടുന്നുണ്ട്. വാൾനട്ട്സ് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വാൾനട്ട്സ് ഇവിടെ ഇടുന്നില്ല, ചോക്കോ ചിപ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, പഴത്തിന് നല്ല മധുരവും നല്ല പഴുത്തതാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് വളരെ നന്നായിട്ട് കുറച്ചാൽ നമുക്കൊരു മധുരം നല്ല കറക്റ്റായിട്ട് കിട്ടും. പഴം അത്ര പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പിയിൽ പറയുന്ന അത്രയും തന്നെ ഷുഗർ യൂസ് ചെയ്യാം. പക്ഷെ നല്ല പഴുത്ത പഴമാണെങ്കിൽ മധുരം ഇച്ചിരി കുറച്ചാൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ ബാലൻസ് ആയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. ബാറ്റർ റെഡിയായ ശേഷം അപ്പം തന്നെ എടുത്ത് ബേക്ക് ചെയ്യാം. അതിന് നമ്മൾ ഒന്നെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുള്ള പാന്, ഇല്ലെങ്കിൽ ഇച്ചിരി ബട്ടറും മൈദയും ഇട്ട് ഡസ്റ്റ് ചെയ്തെടുത്ത പാനിലേക്ക് ഈ ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള അവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യുന്നത് 160 അല്ലെങ്കിൽ 170 ഡിഗ്രിയിലാണ്. കാരണം ആ ഒരു ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്യുമ്പം ലെവലായിട്ടാണ് നമുക്ക് കേക്ക് ബേക്കായി കിട്ടുന്നത്. ടെമ്പറേച്ചർ ഹൈ ആകുമ്പോഴാണ് ഇത് മുകളിൽ നല്ലപോലെ അങ്ങ് പൊങ്ങി വന്ന് വിള്ളലൊക്കെ വീഴുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ വെച്ച് ബേക്ക് ചെയ്താൽ ലെവലായിട്ട് തന്നെ നമുക്ക് ബേക്കായി കിട്ടും. പിന്നെ ഓരോ അവൻ്റെയും ഫങ്ഷനിങ് വെച്ചിട്ടിരിക്കും. അപ്പം നിങ്ങളുടെ ഓവൻ നിങ്ങൾക്കാണ് നന്നായിട്ട് അറിയുന്നത്, അതനുസരിച്ച് ബേക്ക് ചെയ്യാം. ഒരു 45 to 50 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും. മുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിങ്സ് എല്ലാം ഇട്ട് കൊടുക്കുക. വാൾനട്ട്സോ ഡാർക്ക് ചോക്ലേറ്റോ അങ്ങനെ എന്ത് വേണം ഇട്ട് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് ചോക്ലേറ്റാണ് ഇടുന്നത്. ഇച്ചിരി കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഇച്ചിരി ചോക്കോ ചിപ്സും. എന്നിട്ടിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഞാനിത് ചൂടോടെ തന്നെ എടുത്ത് കട്ട് ചെയ്തു. അതിപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിണ്ട് പോകുന്ന മാതിരി സോഫ്റ്റായിരുന്നു. അപ്പോൾ തണുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഭയങ്കര ടേസ്റ്റായിട്ടൊരു കേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത്. പിന്നെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ഒരു ഫേസ് പാക്ക് ഇടുക എന്നുള്ളത്. എൻ്റെ അത്രയും എക്സ്ട്രീം ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം ഒരുപാട് പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് കുഴപ്പമില്ല എന്ന് കണ്ട ഒരു പാക്കാണിത്. ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുമില്ല.
എപ്പോഴും എക്സ്ട്രീം ടയേർഡായിരിക്കുന്ന സമയങ്ങളിൽ മാത്രം. കാരണം എൻ്റെ സ്കിന്ന് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും നമുക്ക് പാക്ക് ഇടാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ സ്കിൻ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്ന്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല, പക്ഷേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഓക്കെ എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഫേസ് പാക്കിന് വേണ്ടത് ഓട്സ് ചെറുതായിട്ടൊന്ന് തരിതരിപ്പോടെ പൊടിച്ചെടുക്കുക. അതിലേക്ക് തൈര്, തേന്, പിന്നെ ഉപ്തൻ പൗഡർ ഇല്ലെങ്കിൽ ഉപ്തൻ പൗഡർ നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തൈരും തേനും ചേർക്കുന്നത്. അത് നമ്മുടെ സ്കിന്നപ്പം ബാലൻസ് ആക്കിക്കോളും. ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. കാരണം ഓട്സ് ഒന്ന് സോക്കായിട്ട് വരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ഉപ്തൻ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ചന്ദനപ്പൊടിയോ ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടുതൽ വെക്കണ്ട. 10 മിനിറ്റ് കഴിഞ്ഞ് സ്ക്രബ് ചെയ്ത് കഴുകി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഫേസ് എക്സസൈസും ചെയ്യാറുണ്ട്. യൂട്യൂബിൽ തന്നെ നല്ല ഫേസ് യോഗയുടെ ഒക്കെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇന്ന് കേക്കിനൊരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. ചോക്ലേറ്റ് മൂസ് കേക്ക് വിത്ത് ആൽമണ്ട്സ് ആണ്. കേക്ക് ഉണ്ടാക്കുന്നതിന് കംപ്ലീറ്റ് ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എനിക്കത് ഭയങ്കര പാടാണ്. നമ്മൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഷൂട്ട് ചെയ്യുന്നതും കൂടെ. എനിക്കറിയില്ല എല്ലാവരും എങ്ങനെയാണ് ഇത് ഇത്ര സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും, കാരണം എൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഈ കേക്കിൻ്റെ അകത്തായിരിക്കും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നു പോകും, ക്യാമറ ഓണാക്കാനായിട്ട് മറന്നു പോകും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മൂസ് കേക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കി. എൻ്റെ എല്ലാ കേക്ക്സിൻ്റെയും ഫില്ലിങ്സ് നന്നായിട്ട് തന്നെ എല്ലാ ബൈറ്റിലും കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത് നല്ലൊരു കോമ്പിനേഷനുമാണ്. മൂസ് ഇച്ചിരി ലൂസായിരുന്നു, പക്ഷെ പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി എടുത്തു. അങ്ങനെ കേക്ക് പിന്നെ തണുക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് നമുക്കിനി ഗിഫ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. അപ്പം ബാത്ത് ആൻഡ് ബോഡിയുടെ ഗിഫ്റ്റ് സെറ്റാണെന്ന് പറഞ്ഞല്ലോ, അത് ഒന്ന് കാണിക്കാം. വാം വാനില ഷുഗർ എന്ന് പറയുന്ന ഫ്ലേവറാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഷവർ ജെല്ലും മിസ്റ്റും ബോഡി ലോഷനും ഉള്ള ഒരു സെറ്റാണ്. ഗിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയൊരു പ്രൊഡക്റ്റാണ്, കാരണം നല്ലൊരു ബോക്സിലുമാണ് വരുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് താനും. ബേക്കിംഗ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യുക എന്നുള്ളത്. ഇന്നിപ്പോൾ ഈ ഓർഡർ നമുക്ക് 12 മണിക്കാണ് ഡെലിവറി, അതായത് ലേറ്റ് നൈറ്റ് ഡെലിവറിയാണ്. 12 മണിക്ക് മുമ്പേ നമ്മളത് ഡെലിവറി ചെയ്യും. അങ്ങനെ ഇറ്റ് ഈസ് ഓൾവേസ് സോ ബ്യൂട്ടിഫുൾ ടു വിറ്റ്നസ് ഓൾ ദെയർ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ്. ഭയങ്കര രസമാണ് അവരുടെ റെസ്പോൺസ് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ അവരുടെ ഡോറിൽ ലീവ് ചെയ്തിട്ട് പോവാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ആൾ വിളിച്ച് ആൾക്ക് സർപ്രൈസ് ചെയ്യാണ്. അങ്ങനെ അപ്പോൾ ഈ ഓർഡറൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് വിശപ്പേ ഉണ്ടാവാറില്ല. പക്ഷെ ഇത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ഉടനെ ഉണ്ടാകുന്നൊരു വിശപ്പുണ്ട്. അത് എത്ര രാത്രിയാണെങ്കിലും ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഫലൂഡയും കഴിച്ചു. വരുന്ന റോഡിലെല്ലാം ലൈറ്റ്സും നല്ല രസമായിരുന്നു. ദീപാവലിയുടെ ലൈറ്റ്സും എല്ലാം നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൂടെ കടന്നുപോയി. അത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.